പൂരത്തെ അനാവശ്യമായി രാഷ്ട്രീയവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ഇപ്പം നടത്തുന്ന ശ്രമത്തെ അർഹിക്കുന്ന അവജ്ഞതയോടെ നാട് തള്ളിക്കളയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പൂരം തൃശ്ശൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. പൂരം രാഷ്ട്രീയത്തിൻ്റെ നിറം കൊടുക്കേണ്ട ഒന്നല്ല. ജാതി മത വർണ്ണ വർഗ ലിംഗവ്യത്യാസം മറികടന്നുകൊണ്ട് തൃശ്ശൂർ നടത്തുന്ന അതിൻ്റെ അഭിമാനകരമായ അടയാളപ്പെടുത്തലാണ് തൃശ്ശൂർ പൂരം. ആ പൂരത്തെ ഏതെങ്കിലും വിധത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് പത്രമാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി, കെ മുരളീധരൻ UDFൻ്റെ സ്ഥാനാർത്ഥി മന്ത്രിമാർ നേരത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന ഒരു അപക്വമായ പ്രസ്താവന നടത്തി. തികച്ചും വസ്തുതാവിരുദ്ധമാണത്. പൂരം ആരംഭിച്ച 30 മണിക്കൂറും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഞങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പൂരം ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് പൂരത്തിൻ്റെ എക്സിബിഷനുമായി ബന്ധപ്പെട്ട തർക്കം മുഖ്യമന്ത്രി പറഞ്ഞവസാനിപ്പിച്ചു. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ചേർന്ന് വിവിധ യോഗങ്ങൾ നടത്തി ചിട്ടയോടെ ക്രമീകരിച്ചു. കോഡ് ഓഫ് കോണ്ടക്റ്റ് വരുന്ന സാഹചര്യത്തിൽ യോഗങ്ങൾ നടത്താനാകില്ല എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ആ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായി, എല്ലാവരെയും പൂരം കാണിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പോലീസ് വേണ്ടതുപോലെ ജാഗ്രത കാണിച്ചില്ലെന്ന് മാത്രമല്ല വഴി തെറ്റി ഇടപെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തുടർന്ന് ഇച്ഛാശക്തിയോട് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ഏതെങ്കിലും സാഹചര്യത്തിൽ കുറ്റക്കാരെ കണ്ടെത്തിയാൽ ആവശ്യമായ ശിക്ഷ നടത്തും എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇതിന് നേതൃത്വം നൽകി എന്ന് ദേവസ്വങ്ങൾ ആരോപിച്ച തൃശ്ശൂരിലെ കമ്മീഷൻ മാറ്റാനുള്ള ഇച്ഛാശക്തി കാണിക്കുകയും ചെയ്തു. ഇത് പറയുമ്പോൾ, ഇത് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരവധി ചടങ്ങുകളുണ്ട്. അതിൻ്റെ എക്സിബിഷൻ്റെ ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ട പന്തൽ കാൽനാട്ട് കർമ്മം, അതുമായി ബന്ധപ്പെട്ട കൊടിയേറ്റം, അതുമായി ബന്ധപ്പെട്ട ചമയ പ്രദർശനം, അതുമായി ബന്ധപ്പെട്ട സാമ്പിൾ വെടിക്കെട്ട്, ഇതിനൊന്നും ഞങ്ങൾ മന്ത്രിമാരെ കാണാനില്ല എന്ന ലക്ഷ്യം പറഞ്ഞ അല്ലെങ്കിൽ എന്ന ആരോപണം ഉന്നയിച്ച സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരം 30 മണിക്കൂർ നടന്നു. എത്ര മണിക്കൂർ അദ്ദേഹം അവിടെ ചെലവഴിച്ചു? ഞങ്ങൾ ഈ വെടിക്കെട്ട് നടത്തി പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് UDFൻ്റെ സ്ഥാനാർത്ഥി അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ വന്നില്ല എന്ന് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണ്? തൃശ്ശൂർ പൂരത്തിന് അപകടകരമായ ഒന്നും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെ നേരം ഇത്തിരി എടുത്താലും 2 വിഭാഗങ്ങളും വെടിക്കെട്ട് നടത്തി എല്ലാ ആചാരങ്ങളും പൂർത്തീകരിക്കണമെന്നായിരുന്നു സർക്കാരിൻ്റെ അഭിപ്രായം. അതനുസരിച്ച് തിരുവമ്പാടിയുമായി ആവശ്യമായ ചർച്ച നടത്തി അവരുടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുറപ്പ് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 4:30 മണിയാകുമ്പോഴാണ് തിരുവമ്പാടി അതിൻ്റെ കമ്മിറ്റി കൂടി വെടിക്കെട്ട് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കാൻ തീരുമാനിച്ചത്. അപ്പം തന്നെ മരുന്ന് നിറയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ നേരത്തെ അവിടെ കൂടിയിരുന്ന ആളുകളെ ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ടായിരുന്നു. അവരത് ചെയ്തതിന് ശേഷമാണ് മരുന്ന് നിറയ്ക്കൽ നടപടികളിലേക്ക് കടന്നത്. മരുന്ന് നിറയ്ക്കൽ പൂർത്തിയായപ്പോൾ കൃത്യതയോടുകൂടി വെടിക്കെട്ട് ആരംഭിച്ചു. ആദ്യം പാറമേക്കാവ് നടത്തി, പിന്നെ തിരുവമ്പാടി നടത്തി. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും വെടിക്കെട്ട് നടത്താൻ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ നടത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ മാഗസീനിൽ മുഴുവൻ പിന്നെ ആവശ്യമായിട്ടുള്ള വെടിക്കോപ്പുകൾ നിറച്ചിരിക്കുകയാണ്. അത് വെച്ചൊരു പകൽപൂരം നടത്താനാകില്ല. അപ്പോൾ പൂരത്തിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് നടത്താതെ പോയി എന്ന മോഹഭംഗമാണ് ഇങ്ങനെ പല ലക്ഷ്യങ്ങളിലേക്കും പറഞ്ഞു പോകുന്നത്. ഗവൺമെൻറ് കൃത്യതയോടുകൂടി ആ നടപടിയെടുത്തു, അതിലൊരു തർക്കവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിനെ കാണാൻ വേണ്ടി കഴിയണം. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് ചാവക്കാട് എത്തിച്ചേരുന്നില്ല? രാഹുൽ ഗാന്ധി ചാവക്കാട് എത്തിച്ചേരാത്തതിൻ്റെ പിന്നിൽ പച്ചയോടുള്ള പേടിയാണ്. ഒരു നിറത്തെ ഒരു പാർട്ടി പേടിക്കേണ്ടതുണ്ടോ? കാള ചുവപ്പ് കാണുമ്പോൾ പേടിക്കുന്നത് പോലെ പച്ച കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും എന്തേ ഇത്ര പേടി? നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം ഉന്നയിക്കപ്പെടുന്ന മതനിരപേക്ഷതയിൽ കൊടികളുടെ നിറങ്ങളല്ല, വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നവരുടെ സന്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഘട്ടത്തിൽ നമ്മുടെ ബൃന്ദ കാരാട്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി കൊടിയില്ലാതെ യാത്ര നടത്തിയ സ്ഥലത്ത് INLൻ്റെ പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ വലിയ രാഷ്ട്രീയ സമരത്തിൽ കൊടികളുടെ നിറമല്ല ഞങ്ങളുടെ പ്രശ്നം, ഇടതുപക്ഷത്തിൻ്റെയും പുരോഗമനാശയങ്ങളുടെയും മതനിരപേക്ഷത ലക്ഷ്യമായി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മയാണ്. അത് വർഗീയതയ്ക്കെതിരെ ഉയർന്നു വരണം. അങ്ങനെ ഇടതുപക്ഷം ഒരു നിലപാടെടുക്കുമ്പോൾ പച്ചക്കൊടി കണ്ടാൽ പേടിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാതെ പോയത് മതന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസിനുള്ള വിശ്വാസത്തെ കൂടുതൽ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. ആ പ്രശ്നം മറികടക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു പക്ഷം ആളുകൾ ഇവിടെ മന്ത്രിമാർ പങ്കെടുത്തില്ല എന്ന് തുടങ്ങുന്ന വില കുറഞ്ഞ വിവാദത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളയും.
ഇതിനിടയിൽ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ BJP വലിയൊരു ശ്രമം നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവമ്പാടിയുടെ യോഗം നടക്കുന്ന സമയത്ത് തിരുവമ്പാടിയുടെ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ കമ്മിറ്റി ഹാളിൻ്റെ പുറത്ത് മത്സ്യം തില്ലങ്കേരിയും അനീഷ് കുമാറും ദീപവർഷമൊക്കെ ഉൾപ്പെടുന്ന അവിടെ ഉണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത വർഗീയവാദ പ്രവർത്തനത്തിൽ PhD നേടിയ കുറേ ആളുകൾ അവിടെ സംഘം ചേർന്നിരിക്കുന്നത് സംശയകരമാണ്. ഇതെല്ലാം സംഘടിതമായി ഈ പ്രവർത്തനങ്ങളും ഗൂഢാലോചനയും എല്ലാം സമഗ്രമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. തൃശ്ശൂർ പൂരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം പൂരം ഏറ്റവും ഗംഭീരമായി നടപ്പിലാക്കലാണ്. അതിനെ ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും.